കോരിച്ചൊരിയുന്ന മഴയത്തും ആവേശമായി പാലക്കാട് നഗരത്തിൽ വിനായക ചതുർത്ഥി നിമജ്ജന ഘോഷയാത്ര. മേലാമുറിയിൽ നിന്ന് ആരംഭിച്ച നിമജ്ജന ഘോഷയാത്രയിൽ 400ഓളം ഗണേശ വിഗ്രഹങ്ങളാണ് പങ്കെടുത്തത്. വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ഭഗവത് സ്വരൂപങ്ങൾ ദർശിക്കാനായി ആയിരക്കണക്കിന് ജനങ്ങളും എത്തി. കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ആഘോഷം പാലക്കാട് നഗരത്തിൽ പുരോഗമിക്കുകയാണ്. 400-ലേറെ വിനായക വിഗ്രഹങ്ങളാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഗണപതി ബാപ്പ മോറിബ എന്ന് പാടിയും വിനായക വിഗ്രഹങ്ങളുമായിട്ട് വാദ്യമേളങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടി വിശ്വാസികൾ ഇങ്ങനെ വിനായക വിഗ്രഹങ്ങളുമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകൾ, കനത്ത മഴ പലപ്പോഴും ഈ പരിപാടി ആരംഭിച്ചപ്പോൾ മുതൽ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നഗരത്തിൽ മേലാമുറി ഭാഗത്ത് നിന്നാണ് ഈ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ നിമജ്ജന ഘോഷയാത്ര ആരംഭിച്ചത്. അങ്ങനെ നഗരത്തിൽ മേലാമുറിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലൂടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമജ്ജന ഘോഷയാത്രയുടെ ഭാഗമായി നടന്ന ഉദ്ഘാടന സഭ, അതിൽ സിനിമാ താരം ഖുഷ്ബു ആയിരുന്നു ഈ നിമജ്ജന ഘോഷയാത്രയുടെ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം കേസരിയുടെ മുഖ്യ പത്രാധിപരായ NR മധു അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലാണ് ഇപ്പോൾ വിനായക ചതുർത്ഥിയുടെ ഭാഗമായിട്ടുള്ള നിമജ്ജന ഘോഷയാത്ര നഗരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. വിവിധ ഭാവങ്ങളിലുള്ള വിനായകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സിദ്ധി വിനായകൻ, ബുദ്ധി വിനായകൻ, അങ്ങനെ ഓരോ ഭാവങ്ങളിലുള്ള വിനായക മൂർത്തിയുടെ ആ തേജസ്വച്ച സ്വരൂപം ഇങ്ങനെ ആളുകളെ, ഭക്തരെയൊക്കെ വലിയ ആവേശത്തോടുകൂടെ ആളുകളെ വലിയ ആവേശമാണോ? വലിയ ആവേശത്തിലാണ് കൊടുവായൂർ ഗണേശ കമ്മിറ്റി. വലിയ ആവേശത്തിലാണ് 11 ദിവസമായിട്ട് പുറത്തു വരുന്നിട്ട് നിമജ്ജന ശോഭയാത്രയിൽ പങ്കെടുക്കാൻ പോവാണ്. മഴയുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ മഴ ഇടക്കിടക്കാൻ മഴ വലിയ പ്രശ്നമില്ല ഇവിടെ. പിന്നെ ഗണപതി ബാപ്പ മോറിബ, ഗണപതി ബാപ്പ തന്നെയാണ്. ഏതായാലും അവരുടെയൊക്കെ ആവേശം നമ്മൾ കാണുന്നു. അത്രയേറെ ആവേശത്തിലാണ് കുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു വിനായക ചതുർത്ഥിയുടെ ഭാഗമായിട്ടുള്ള ആ ഗണേശ വിഗ്രഹങ്ങളുടെയുമായുള്ള ഘോഷയാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൽപ്പാത്തി പുഴയിലാണ് ഈ ഓരോ വിഗ്രഹങ്ങളും നിമജ്ജനം ചെയ്യുന്നത്. ഈ ശോഭായാത്ര, മഹാശോഭായാത്ര കൽപ്പാത്തി പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നേരം ഇതിങ്ങനെ നിമജ്ജനം ചെയ്യാൻ വേണ്ടി വരും. കാരണം 400ഓളം വിഗ്രഹങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഓരോ ആളുകളുടെ, ഓരോ വിഗ്രഹത്തിന്റെയും മുന്നിൽ ഓരോ വാദ്യമേളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗണേശ കമ്മിറ്റിയുടെ പേരിൽ വലിയ രീതിയിൽ ആളുകൾ ഗണപതി ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏതായാലും അത് തന്നെയാണ്. മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിമജ്ജന ഘോഷയാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ മഴ പെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷെ ആ മഴ ഒരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഈ നിമജ്ജന ശോഭായാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഈ വിനായക വിഗ്രഹങ്ങൾ, വളരെ തേജസ്വച്ച വിനായക വിഗ്രഹങ്ങൾ കൽപ്പാത്തി പുഴയിൽ നിമജ്ജനം ചെയ്യുന്നതോടുകൂടി ആ ഭഗവത് സ്വരൂപം ആ പുഴയിൽ നിമജ്ജനം ചെയ്യപ്പെട്ടാലും അതിലുള്ള തേജസ് അത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നു. ഇനിയുള്ള ഒരു വർഷത്തെ കാലയളവിൽ തനിക്ക് ഈ ഒരു ചടങ്ങിൽ ഭാഗമാക്കാവുന്നതിലൂടെ, വ്രതമനുഷ്ഠിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ തങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ വന്നു ചേരുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറകിലാണ് ഇത്രയേറെ വിശ്വാസികൾ ഇങ്ങനെ ഈ ഒരു ശോഭായാത്രയിൽ, മഹാനിമജ്ജന യാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരുവീഥികളിലൂടെ ഈ നാടിനെയും നഗരത്തിനെയും ഒക്കെ വിനായക സ്തുതികൾ കൊണ്ട് നിറച്ചുകൊണ്ടാണ് ഈ ശോഭായാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് വിനായക വിഗ്രഹങ്ങളുമായിട്ടുള്ള നിമജ്ജന ശോഭായാത്ര പാലക്കാട് നഗരത്തെ ആകെ വിനായക വിഗ്രഹങ്ങളുമായി, വിനായക സ്തുതികൾ നിറച്ചുകൊണ്ട് പുരോഗമിക്കുന്ന കാഴ്ച. ഏതായാലും ഇത്തവണത്തെ ഒരു പ്രശ്നം എന്നുള്ളത് ചെണ്ടമേളം, അതുപോലെ തന്നെ പഞ്ചവാദ്യം തുടങ്ങിയ മഴയത്ത് നനഞ്ഞാൽ പ്രശ്നം പറ്റുമെന്നുള്ള മേളവാദ്യങ്ങൾ മാത്രം ഇവർ ഒരുക്കിയിരുന്നു. അത് പക്ഷേ മഴ പെയ്ത പശ്ചാത്തലത്തിൽ അതവർക്ക് പുറത്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ അത് കൊട്ടുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇത്രയേറെ വിശ്വാസികൾ അവരെല്ലാം വലിയ ആവേശം
ചതുർത്ഥിയുടെ ഭാഗമായുള്ള നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. PR മനോഹരനൊപ്പം